സിറ്റി ഓഫ് ലവ് പാരീസിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. കണ്ടോ നമ്മളുടെ ഐഫിൽ ടവർ? എവിടെ നോക്കിയാലും നമുക്ക് ഐഫിൽ ടവർ കാണാം കേട്ടോ പാരീസിൽ. ആൻഡ് ഇന്ന് നമ്മൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ സയൻസ് ആൻഡ് ആർട്ട് മ്യൂസിയം ആണ്. നമ്മൾ അകത്തേക്ക് കയറിയില്ല, മീനാക്ഷി കൊണ്ട് എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് ഷംസ് എലീസെ എന്നാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. രണ്ട് സൈഡിലും ഫുൾ ഫേമസ് ബ്രാൻഡ് ഷോപ്സ് ഒക്കെ ഉള്ളതാണ്. ആൻഡ് ഏകദേശം 1.9 കിലോമീറ്റർ ലോങ്ങും 70 മീറ്റർ വൈഡും ഉള്ളൊരു സ്ട്രീറ്റാണ്. ഇതുപോലത്തെ ഷോപ്പിംഗ് മോൾസ് ഒക്കെ ഉണ്ട്. എന്തായാലും ആ സ്ട്രീറ്റിൻ്റെ ഒരു എൻഡിലാണ് നമ്മൾ ആർക്ക് ദേ ട്രയോംഫ് ഉള്ളത്. ഇത് ഫ്രാൻസിൻ്റെ തന്നെ ഒരു ഐക്കോണിക് മോണുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തായാലും വരണമെന്ന് വിചാരിച്ചതും. ഇതേപോലത്തെ ഒരു ആർക്ക് ദേ ട്രയോംഫ് സ്പെയിനിലും ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ വ്യത്യസ്തരമായുള്ളൊരു ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ മേളിൽ പോയാൽ നമുക്കൊരു സിറ്റി വ്യൂ കിട്ടും. പക്ഷേ 284 സ്റ്റെപ്സ് നമ്മൾ ഇതിൻ്റെ താഴേന്ന് മേളിൽ വരെ കയറാനുണ്ട്. ടിക്കറ്റ് എൻട്രി എന്ന് പറയുന്നത് 9.5 യൂറോയാണ് ഒരാൾക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ അല്ലാതെ ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ പോയി. അത് എന്ന് പറയുന്നത് ഈ ഒരു ബസിലിക്ക ഓഫ് പാരീസ് ആണ്. ഇത് മോൺമാന്ത്രേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് മേളിൽ പോകാൻ. എയ്തർ നമ്മൾ ഈ പടി കയറി പോവുക, അല്ലെങ്കിൽ നമ്മൾ ഫെർണിക്കുലർ എടുത്ത് മേളിൽ പോവുക. നമ്മൾ ഫെർണിക്കുലറാണ് ചൂസ് ചെയ്തത്, സോ ദാറ്റ് പോകുന്ന വഴിക്ക് നമുക്കൊരു സിറ്റി വ്യൂവും കൂടെ കിട്ടാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് എ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് പാരീസ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു നല്ല വ്യൂ, നമുക്ക് പാരീസിൻ്റെ ഹോൾ സിറ്റി വ്യൂ നമുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ അകത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ജീസസിൻ്റെ പടം വരച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ആർക്കിടെക്ചറൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. ആൻഡ് കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോയി. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വാൾ ഓഫ് ലവ് പാരീസ് എന്ന് പറയും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. ഈ ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാവരും ഫോട്ടോ എടുത്തിട്ടേ പോകാറുള്ളൂ. കാരണം ഈ വാൾ മൊത്തവും ഐ ലവ് യു എന്നുള്ള ഒരു മെസ്സേജ് പല പല ലാംഗ്വേജിൽ എഴുതിയിരിക്കുവാണ്. ഞാൻ മലയാളം കണ്ടുപിടിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. ആൻഡ് പാരീസ് എന്ന് പറയുന്നത് ഫുള്ളി കവേർഡ് വിത്ത് കഫേസും കൂടെയാണ് കേട്ടോ. ആൻഡ് നമ്മൾ അങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്ന് നമ്മളൊരു കഫേ കണ്ടുപിടിച്ചു. ഈ കഫേയുടെ പേര് പെയിൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് എന്നുണ്ടെങ്കിലും ഫ്രഞ്ചിൽ ഇതിനെ പാം പാം എന്നാണ് വായിക്കുന്നത്. ഇന്ന് ഓരോ സംഭവങ്ങളും ഒന്നിനൊന്ന് സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ തന്നു. ആൻഡ് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്നൊരു ക്രൊസാൻറ്റും പിന്നെ മീനാക്ഷിക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് കേക്കുമാണ് ചൂസ് ചെയ്തത്. അപ്പം ഓർഡർ ചെയ്ത ക്രൊസാൻറ്റും കോഫിയും കേക്കും ഒക്കെ വന്ന് അതെല്ലാം കഴിച്ചു. അങ്ങനെ ഡേ 3 ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്.